ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പപ്പായ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കും പോലെ തന്നെ ഉണ്ടാക്കണം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള നന്നായി വഴറ്റിയെടുക്കുക. ഇതേപോലെ നന്നായി വഴണ്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാവുന്നതാണ്. ഉപ്പും ഇട്ട് സവാളയും തക്കാളിയും നല്ലതുപോലെ വഴണ്ടി വരണം. തക്കാളി ചെറുതായി ഒന്ന് ഉടഞ്ഞു വരണം. അങ്ങനെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വേറെ ഒരു പൊടിയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഗരം മസാലപ്പൊടി നിങ്ങൾ ആഡ് ചെയ്യണം, എങ്കിലേ ഈ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ പൊടികൾ നന്നായി മൂത്ത് വരുന്ന രീതിയിലും ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്യുക. പപ്പായയിലേക്ക് ഈ മസാലയെല്ലാം കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കി പപ്പായയെ വീണ്ടും ഞാൻ നന്നായി ഒന്ന് വഴറ്റി ഇടുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുന്നു. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് പപ്പായ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുത്തപ്പോഴത്തേക്ക് പപ്പായ മെഴുക്കുവരട്ടി തയ്യാറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇറക്കാം. ഞാൻ ഇങ്ങനെ ഇറക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് അല്പം പച്ച തേങ്ങ ചേർക്കുകയാണ്. ഈ പച്ച തേങ്ങ ചേർത്ത് ഇത് നല്ലതുപോലെ വഴറ്റി, തേങ്ങേനെ വേവിക്കണം എന്നൊന്നുമില്ല. ഈ പച്ച തേങ്ങയുടെ ടേസ്റ്റ് അതിൽ കിട്ടണം. ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇവിടെ പപ്പായ മെഴുക്കുവരട്ടി തയ്യാറാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് അറിയുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.